ഈ ഇമോഷണൽ റൗണ്ടിൽ എനിക്ക് ഈ ഒരു സോങ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രചോദനായത് എൻ്റെ മോനാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ? അല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ഒരു കുഞ്ഞ് പോയി. അതിനുശേഷം മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയത്. ആ സമയത്ത് 3-ാം മാസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നായിരുന്നു. അപ്പോൾ കാണിക്കുന്ന ഡോക്ടറൊക്കെ അടക്കം പറഞ്ഞു അത് കളയാൻ, കാരണം ആ മോന് എന്തെങ്കിലും വൈകല്യങ്ങളോ അതെന്തായാലും കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 4-ാം മാസം എത്തിയിട്ട് ഒരു 4D ചെയ്ത് നോക്കിയിട്ട് അത് പറ്റുവാണെങ്കിൽ വയ്ക്കാം, അത്ര വരെ വെച്ചിട്ട്. അപ്പം 4-ാം മാസം എത്തി ഞങ്ങൾ കോഴിക്കോട് 4D സ്കാനിങ്ങിന് പോയപ്പോൾ ബാക്കി എല്ലാം എനിക്ക് അവയവങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. കണ്ണ് കാണിച്ചു, വിരൽ ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ പ്രസവിക്കണത് വരെ നോക്കി വന്ന് കിട്ടിയ മോനാണത്. എന്റെ അമ്മ ഒരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ടീച്ചറാണോ? ഓ ശരി. മിസ്റ്റർ ഫോക്കസ് മാൻ, എന്താണ് താങ്കളുടെ പേര്? ദൈവത്തിന്റെ വരം, അതാണ്. അനിയത്തിയുടെ പേര്? അനിയത്തിക്കുട്ടിയുടെ പേരെന്താ? പേരുകൾ ഇവിടെ പേരുകൾ വേണമെങ്കിൽ ഇവിടെ വന്നാ മതി. അപ്പൊ അമ്മയുടെ 2 ലൈൻ കേൾക്കാം. അതെ, കീർത്തനം പോലെ എന്തെങ്കിലും എന്തേലും പാടില്ലേ? കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ. ആക്ച്വലി ചേച്ചിക്കും സത്യം, ശരിക്കും അസല് വോയിസ്. നല്ല നമുക്ക് വേറെ സീനിയർ മ്യൂസിക്കൽ അമ്മമാർക്ക് സാറേ, പക്ഷെ വൈഫിനെ സീനിയർ ജൂനിയർ എന്നൊന്നുമില്ല, ആർക്ക് വേണേലും. എന്താ ചേച്ചി അങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രതിഷേധം? അല്ല അങ്ങനെയല്ല, ചേച്ചിക്ക് സീനിയർ ബോയ്സ് ഉണ്ട്, സീനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മമാർക്കും ആവാലോ. കച്ചേരിക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്ക് വോക്കൽ കോഡിന് ചെറിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിലായിരുന്നു ഉള്ളത്. എന്ത് പറ്റി? അത് ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഉള്ളില്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ വോയിസ് തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ.